സ്നേഹം ഒരു വികാരമല്ല. ലവ് ഈസ് നോട്ട് ആൻ ഇമോഷൻ. ഇത് അല്പം ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സ്നേഹം ഒരു വികാരത്തിൽ നമ്മൾ താണതട്ടിലങ്ങ് നിർത്തി വെച്ചിട്ട് പല അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്ന് തിരുത്തി ഞാനിന്ന് പറയുകയാണ്. സ്നേഹം ഒരു വികാരമല്ല, സ്നേഹം ഒരു വ്യക്തിയാണ്. സ്നേഹം യോഹന്നാൻ്റെ സുവിശേഷം 4 പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു, ക്രിസ്തു സ്നേഹമാകുന്നു, ദൈവം സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഉള്ളിൽ ഭയമില്ല. ഒരു ദാസ്യന് ഭയമാണ്. എപ്പോഴാണ് അവൻ്റെ ജോലി പോകുന്നത്, എപ്പോഴാണ് അവൻ വഴക്ക് പറയുന്നത്, അടിച്ചുവിടും. പക്ഷെ നമ്മൾ ദൈവത്തിൽ മക്കളാകിയാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ഭയമല്ല, എന്നാൽ ബഹുമാനവും ആദരവും അനുസരണവും ഉണ്ട്. അപ്പനാണെങ്കിൽ മക്കൾ അനുസരിക്കണമല്ലോ, അത് മറക്കല്ലേ. അത് നമ്മൾ എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. നമ്മൾ സത്യം അറിയുമെന്നും പറഞ്ഞ് ഓരോ സത്യം അറിയുമെന്നും പറഞ്ഞ് അതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. എൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഒറ്റ വാക്യം പോരെ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എന്താണ് അങ്ങനെ തന്നെ? നാം ദൈവമക്കളും. എപ്പോഴാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുക. അതായത് ക്രിസ്തുവിനെ വാഗൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയുന്നു. റോമർക്ക് എഴുതിയ 10:9-10 അങ്ങനെ പറയുന്നു. ഒരു വ്യക്തി എപ്പോൾ അനാഥനാണെന്ന് ചിന്തിക്കുന്നോ അപ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയം കൊണ്ട് ക്രിസ്തു എൻ്റെ പാപത്തെ ഏറ്റെടുത്തു, ക്രൂശ് മരണത്താൽ എന്നെ വീണ്ടെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടു. ദാറ്റ് മോമെൻറ്റ് യു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവമക്കളായി. കാൺമീൻ നാം ദൈവമക്കൾ ആണോ? ദൈവമക്കളാകുക എന്നുള്ളതാണല്ലോ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം. അതിനെന്താണ് ഇത്ര വലിയ തടസ്സം? അതിനെന്ത് ലോജിക്കാണ് വേണ്ടത്? സത്യവചനം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഈ എടുത്തു പറയുന്നത്. അപ്പം ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിൻ്റെ ആത്മാവുള്ള മക്കളാണ്, ദൈവമക്കൾ. അവർക്ക് ഈ ജഡം ഒന്നിനും ഉപയോഗിക്കത്തില്ല. ജഡം അത് നമ്മളെ കഠിനമാക്കുക, പക്ഷെ ആത്മാവ് ജീവനാണ്. നമ്മൾ ഈ ജീവനെ തൊട്ടവർക്ക് ജീവനില്ലാത്തടത്തോട്ട് മാറാനൊക്കത്തില്ല. ജീവനെ തൊട്ടവർക്ക് വ്യത്യാസമുണ്ട്. അത് അനുഭവിക്കുന്നവർക്കറിയാം. ഇപ്പോൾ എനിക്ക് ഒരു മീറ്റിങ്ങിന് പോകാമെങ്കിൽ 200 അല്ലെ 100 പേര് ഇരിക്കുന്നിടത്ത് I can sense immediately whose spirit is aligned because Holy Spirit is so powerful. പരിശുദ്ധാത്മാവ്. എനിക്കറിയാം ചില സ്ത്രീകൾ പറയും, ഞാൻ ഈ പള്ളി വന്ന് പ്രസംഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, അപ്പം മാഡം തന്നെ കയറി വന്നു. അത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി തീക്ഷ്ണമായിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു പോയി, ഞാൻ അവരുടെ മുമ്പിൽ എങ്ങനെയും ചെന്ന് പറ്റും. ഒരു സ്ത്രീ കോഴിക്കോട് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈ മാഡത്തിനെ കണ്ടേയൊക്കത്തോളം. എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോട് ജോലിക്ക് പോയി. ഞാൻ പറഞ്ഞു, ഇനി നീ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, ചുമ്മാ ഞാൻ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു. അപ്പം അത് ആത്മാവിൻ്റെ ആ ഒരു തീഷ്ണതയാണ്. പരിശുദ്ധാത്മാവിൽ ഐക്യതയിൽ ആത്മാവിനോട് ചേർന്ന് നമ്മൾ ദൈവത്തോടൊരു കാര്യം ചോദിച്ചാൽ കർത്താവ് ആകാശവും ഭൂമിയും ഇളക്കി അത് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റി നടക്കാൻ നേരം. നമ്മുടെ മക്കൾ വഴിതെറ്റി ഒരു കാലയളവ് കഴിയുമ്പോഴത്തേക്ക്, അതായത് ഈ ജഡശക്തി, അവൻ പറയും നമ്മുടെ ഈ ലോക ഇമ്പം തീരുന്നിടം വരെയും മുൻപും പിൻപും അവനെ അടച്ചിട്ട് നമ്മളെ സൂക്ഷിക്കുകയാണ്. എപ്പോഴാണ് ഈ ലോക ഇമ്പം മാറുന്നതെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയമാകുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. പൗലോസ് വളരെ തീക്ഷ്ണമായിട്ട് പോവുകയാണ്. കുതിരപ്പുറത്ത് എന്താണ് ഈ നേർവഴിക്കാർ, അതായത് യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരെ അവർക്കെതിരായിട്ട് ഓർഡർ വാങ്ങിച്ചവരെ കൊല്ലാനായിട്ട് പോവുകയാണ് ശൗല്. വഴിക്ക് വെച്ച് ദമസ്കസ് എന്ന സ്ഥലത്ത് വെച്ച് ദൈവം കൺഫ്രണ്ട് ചെയ്ത് കാണുകയാണ്. അത് നട്ടുച്ചയ്ക്കുള്ള സൂര്യനെക്കാട്ടിലും ശക്തമായിട്ട് സൂര്യൻ വന്ന് മുഖത്തടിച്ച് പൗലോസ് കുതിരയുടെ പുറത്തുനിന്ന് വീണു, കണ്ണ് പൊട്ടനാകുകയാണ്, കണ്ണിൻ്റെ കാഴ്ച നശിക്കുന്നു. അപ്പോൾ തപ്പി നടക്കുകയാണ്. ആ തപ്പൽ 3 ദിവസം അനാനാസ് എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ കണ്ണിൻ്റെ ചെതുമ്പൽ പോലെയല്ല, ആ കണ്ണിൻ്റെ അന്ധത മാറിപ്പോട്ടെ. അവിടെ നിർത്താം. അനേക മക്കളുടെ കണ്ണിൻ്റെ അന്ധതയെന്ന് മാറ്റിത്തരണം. നമുക്ക് കണ്ണുണ്ട്,
പക്ഷെ കാണുന്നില്ല. കാണേണ്ടത് കാണേണ്ട പോലെ കാണുന്നില്ല. പരിശുദ്ധാത്മാവെ അത് ക്രിയ ചെയ്തേക്കും. നമ്മൾ വചനം അയക്കുകയാണ്, അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. അപ്പോൾ കാൺമീൻ ഞാൻ ദൈവമക്കളാന്ന് ദൈവം വ്യക്തമായിട്ട് പിതാവ് പറഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടും മനസ്സുകൊണ്ട് നമ്മൾ ജഡത്തിൽ ഉപേക്ഷിക്കുന്നവരായി നിന്നാൽ കഠിന ഹൃദയമാണത്. അത് മാറണം. അപ്പോൾ ഹീലിംഗ് ദ ഓർഫൻ സ്പിരിറ്റ് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഇപ്പോൾ ഇടുകയാണ്. അതായത് ഇതുവരെയും ഞാൻ ദാസ്യരൂപത്തിൽ ഭയത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ച ഒരു വ്യക്തിയാണ്. ഒരു ലെവൽ വരെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവമകളെന്നുള്ള പദവി വചന അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ പ്രാപിച്ചെടുക്കും. സോ ഐ എം എ ബോൺ അഗെയിൻ പേഴ്സൺ. അതായത് എൻ്റെ ആത്മാവ് വീണ്ടും ജീവിക്കുന്നു. അതാണ് വീണ്ടും ജനനം. എൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടതായ, അതായത് അതിവിശുദ്ധ സ്ഥലത്തെ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധം എന്ന് പറയുന്നത് വിശുദ്ധമാണ്, ആ ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ തീ കത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവമകളാന്നുള്ള പദവി എനിക്ക് മനസ്സിലാകുകയാണ്. ഈ പദവി മറ്റുള്ളവർ പറയുമ്പോഴല്ല ഉണ്ടാകേണ്ടത്. ഇത് ദൈവം നിയോഗിച്ചയക്കും. നമ്മൾ ചിലപ്പോൾ ഞാൻ ഈ വചനം അയക്കുക, ഒരു പക്ഷേ 500 പേര് ഇത് കേൾക്കുക, അല്ലെ 1000 പേര് കേട്ടെന്നിരിക്കുക. അതിൽ ചിലപ്പം 20 പേർക്ക് അത് തൊടുന്നുള്ളായിരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് ദ ടൈം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് വചനം അയച്ചുകൊണ്ട് എപ്പോഴാണ്, അതായത് വിളവ് നിറഞ്ഞ് കിടപ്പുണ്ട്, കൂലിക്കാരില്ല, ജോലിക്കാരില്ല, അയക്കാൻ പറയുകയാണ്. അപ്പം നമ്മളോട് പറയുന്നത് we carry the hurt of abandonment, abuse, neglect and rejection. അതായത് നമ്മളെ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട്, ഉപദ്രവിക്കുന്നവരായിട്ട്, അവഗണിക്കപ്പെട്ടവരായിട്ട് നമ്മൾ ദിനം പ്രതി അതായത് ഈ പ്രാകാരത്തിന് പുറത്ത് നിൽക്കുകയാണ്. വിശുദ്ധ സ്ഥലത്ത് പോലും നമ്മൾ കയറുന്നില്ല. ഭയമാണ്. ആ ഭയം മാറ്റാനാണ് ദൈവം ഇന്ന് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. എന്താണ്? എനിക്ക് നിന്നോടൊരു ഉറ്റ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇൻറ്റിമസി ഫ്ലോസ് ഫ്രം ഐഡൻറ്റിറ്റി. അതായത് ഞാൻ മകളെ എന്ന പദവി വരുമ്പോൾ ഞാനും ദൈവമുള്ള അടുപ്പം ശരിയാകും. ശരി, എനിക്ക് കുറവുണ്ട്. അതാണ് ഈ ജഡം മരിക്കുന്നിടം വരെ എന്നിൽ പാപസ്വഭാവത്തിനൊരു ഇഫക്റ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതെന്നും കഴുകാൻ ദൈവം നമുക്ക് വചനം തന്നു, രക്തം തന്നു. അത് കഴുകുക. പണ്ട് ഒരു പാപം ചെയ്തേ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇപ്പം നമ്മൾ ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും 10 പ്രാവശ്യം ഹോളി സ്പിരിറ്റ് പറയും, റിപ്പൻറ്റ്, തിരിച്ചു പറ. അതാണ് ഈ പരിവർത്തനം. ആ പരിവർത്തനം, അതായത് നമ്മളിൽ അഴുക്കിരിക്കാൻ ഒക്കത്തില്ല. ഒരു പാത്രത്തിനകത്ത് അഴുക്കിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ലാണ്. വി ബിക്കം ദ ചിൽഡ്രൻ, ദ ബിലവഡ് ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഗോഡ്. അപ്പോൾ ആ ഉറ്റ ബന്ധം, അതിനാണ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുമ്പം നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി വി ചേഞ്ച് അവർ സെൽസ് ടു റിസീവ് ദ ലവ്. അല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറിക്കുകയല്ല, നമ്മളിൽ തന്നെ മാറ്റം വന്നിട്ട് മറ്റുള്ള ദൈവസ്നേഹം നമ്മളിലേക്ക് ഉൾക്കൊള്ളുകയാണ്. അടച്ച പാത്രം, അതായത് നമ്മളിപ്പോൾ ഒരു കലമായിട്ട് നമ്മൾ കമത്തി വെച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്ന് ഭയം മാറിക്കഴിയുമ്പം നമ്മൾ തന്നെ ഈ കലം തിരിച്ചു വെക്കും. ഇതിൻ്റെ കീ നമ്മുടെ കയ്യിലാണ്. അത് തിരിച്ചു വെച്ചിട്ട് നിറച്ചിട്ട് ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് വി ബിക്കം ദ വെസൽ ഓർ ചാനൽ ഓഫ് ദ ലിവിങ് ഗോഡ്. അല്ലാത്തതെല്ലാം സ്വയത്തിലാണ് ചെയ്യുന്നത്. അല്ലാത്തതെല്ലാം സ്വയത്തിൽ. വിനയമായിരിക്കാം, ദേഷ്യപ്പെടാത്തതായിരിക്കാം, നന്മ ചെയ്യുന്നതായിരിക്കാം, മറ്റുള്ളവരെ വീട് സന്ദർശിക്കുന്ന, ഇതൊക്കെ ദ ഒറിജിൻ. അതായത് ഉറവ ശരിയാണോ എന്നാണ്. ഉറവ ക്രിസ്തുവിലല്ല എങ്കിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നു. ഉറവ തുറന്നു വെച്ചിട്ട് കാൽവറി ക്രൂശിന്മേൽ കർത്താവ് കിടന്നപ്പോൾ യേശു പറഞ്ഞ ഒരു വാക്യം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ചെയ്യേണ്ടത് പൂർത്തിയാക്കി. ആർക്കും അത് പറയാനൊക്കില്ല വേറൊരാൾക്ക്. ഈ ജീവിതത്തിൽ ഇപ്പം നമ്മൾ തന്നെ, എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതിൽ 90% ഫിനിഷ്ഡ് അല്ല. അത് എളുപ്പമല്ല. പക്ഷെ ഒരാൾ വിളിച്ചു പറഞ്ഞു ക്രൂശിൽ കിടന്ന്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തീകരിച്ചൊരു ദൈവം. എന്താണ് പിന്നെ പ്രാപിച്ചെടുക്കാനുള്ള തടസ്സം? മാറിപ്പോട്ടെ. അവ ഈ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പം ഈ 1 യോഹന്നാനിൻ്റെ അകത്ത് 4:18 ഞാൻ വായിക്കാം. അവൻ ഇരിക്കുന്ന പോലെ ഈ ലോകം സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു.
ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. നമുക്കപ്പം തുറന്നു കൊടുക്കാം നമ്മുടെ ഹൃദയം. ഫിൽ മീ വിത്ത് യുവർ ലവ്, ആ പ്യുവർ ലവ്. പ്ലീസ് ലോർഡ്, ഈ സത്യം ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ കാണിക്കാനേ അല്ല ഈ വചനം വായിക്കുന്നത്. അവനവൻ. ഞാൻ നിറയാതെ എൻ്റെ ഭവനം നിറയൂല. എന്നിൽ മാറ്റം വരാതെ എൻ്റെ ഭർത്താവിൽ മാറ്റം വരത്തില്ല. എന്നിൽ രൂപാന്തരം കാണാതെ മക്കളിൽ ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. ലെറ്റ് us ബി ഹംബിൾ. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക്. എനിക്കാരുമില്ല, ഞാൻ ഏകയാണ്, ഞാൻ തന്നെയാണ്, എന്നെ അവഗണിക്കുകയാണ്, എനിക്കൊരു സ്ഥാനമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുടെ ഉറവിടം ആ ഇല്ലീഗൽ സ്പിരിറ്റായിട്ടുള്ള ദുഷ്ടനിട്ടിരിക്കുന്ന അനാഥത്വ സ്പിരിറ്റ്. അതിനെ ഞാൻ വെറുക്കുന്നു. എന്നെ ഞാൻ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ഞാൻ സ്വീകരിച്ച നിമിഷത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇവർ എൻ്റെ ഹൃദയത്തിൽ വന്നപ്പം തൊട്ട് ഞാൻ ദൈവമകളാണ്, ദൈവമകനാണ്. നോബഡി ക്യാൻ റിഫ്യൂട്ട് ഇറ്റ്. നോബഡി. ഇത് എത്ര മണിക്കൂർ ആർഗ്യൂ ചെയ്താലും ഈ ഒരു സത്യം ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സോളിഡ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. സ്ട്രോങ് ഫൗണ്ടേഷൻ. അവിടെ നിൽക്കാം നമുക്ക്. അതേ നമുക്ക് വീട് പണിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങൾ പലപ്പോഴും അനാഥ സ്പിരിറ്റിലാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നും ഞങ്ങൾ പറയും ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. പക്ഷെ വചനം വ്യക്തമായിട്ട് പറയുന്നു എപ്പോഴേലും വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ വാങ്ങിയവരാണെന്ന്. വിശുദ്ധ രക്തത്തിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ വന്നതെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കഴിഞ്ഞ് ഞങ്ങളെ മക്കളാക്കി മാറ്റി. അത് പൂർത്തീകരിച്ചു എന്ന് അവിടുന്ന് ക്രൂശന്മേൽ വിളിച്ചു പറഞ്ഞു. ഇനി നമുക്കുള്ളത് കൈനീട്ടി വാങ്ങിക്കുക മാത്രമേ ഉള്ളൂ. അതിനെന്താ ഇത്ര തടസ്സം? ആരാണിതിന് തടസ്സം നിൽക്കുന്നത്? ഏത് പിശാച അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അടിയനറിയത്തില്ല കർത്താവ്. അടിയങ്ങളുടെ അജ്ഞതയാണെങ്കിൽ അത് എടുത്തു കളയണം. മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് നോളജ്. അറിവില്ലായ്മ എൻ്റെ ജനത നശിച്ചു പോകും. അറിയുന്ന സത്യവചനം വിളിച്ചു പറയും. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്നു വായിച്ചിട്ട് അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. ഈ വാക്യങ്ങൾ തന്നെ പല പ്രാവശ്യം ഒരാൾ കേൾക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. അനേക മക്കൾ പറയാറുണ്ട്, അടിയൻ്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്തോട്ട് ചെന്നിട്ട് വയറ്റിനകത്തുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതായിട്ട്. സംഭവിച്ചേ പറ്റൂ. കർത്താവിൻ്റെ വചനം അത്ര സത്യമേറിയതും അത്ര ഘനമേറിയതും ജീവനുള്ളതുമല്ലേ. അത് ആര് പറയുന്നു എന്നുള്ളതല്ല, സത്യം പറയുന്നു എന്നുള്ളതാണ്. ദൈവമേ, നീ ആത്മാവിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണം. ആദ്യം ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ആൺമക്കളെ, പെൺമക്കളെ, ഞങ്ങളുടെ കൊച്ചുമക്കളെ, ഈ ഒരു സ്വതന്ത്ര ജീവിതം നിന്നോട് ചേർന്ന് കുറച്ച് നാടെങ്കിലും ഭൂമിയിൽ സന്തോഷിക്കാൻ അവിടുന്ന് അനുവദിക്കണേ. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കിട്ടി അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം തേജസ്സിൻ്റെ ആ മഹത്വത്തിന് കിരീടം തരാനാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങളിൽ സത്യം അറിഞ്ഞിട്ട് നിന്നോടുകൂടെ നിന്ന് സന്തോഷിക്കാനും, പ്രശ്നം വരുമ്പോൾ നീ നടും തൂണായിട്ട് നിൽപ്പുണ്ടെന്നും ഇത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.